നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്ക് മണി ആൻഡ് ബാങ്കിങ് ആണ് അല്ലെ. മണി ആൻഡ് ബാങ്കിങ്ങിന്റെ ടോപ്പിക് കഴിഞ്ഞിട്ടില്ല, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്. അതിനകത്ത് നമ്മൾ നിർത്തിയത് RBIയുടെ കാര്യങ്ങളാണ്. ഇപ്പൊ പലതരത്തിലുള്ള ബാങ്കുകളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായുള്ള RBIനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം RBIയുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അടുത്തായിട്ട് ഇനി RBIയുടെ പണനയമാണ് പറയാനുള്ളത്. മെയിൻ ടോപ്പിക് ആക്ച്വലി മോണിറ്ററി പോളിസി എന്നുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ RBIയുടെ കൂടെ തന്നെ പറഞ്ഞു വെക്കുന്ന ബേസിക് പോയിന്റിൽ കുറച്ച് സംഭവമാണ് RBIയുടെ ഗവർണർമാരെ കുറിച്ച്. എല്ലാ ഗവർണർമാരുടെയും പേര് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല, പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി പോവാം. RBIയുടെ തലവൻ എന്ന് വെച്ചാൽ ആരാ? അത് RBI ഗവർണർ ആയിരിക്കും അല്ലേ. RBI ഗവർണറാണ് എപ്പോഴും. ഓക്കെ, ഇപ്പോഴത്തെ RBI ഗവർണർ ആരാന്നറിയോ? അറിയാവുന്നവരൊന്നു ഒന്ന് കമന്റ് ചെയ്യോ? ഇപ്പോഴത്തെ RBI ഗവർണർ ആരാന്ന്? നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഗ്രൂപ്പിൽ ഡെയിലി ഇടുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ എന്നറിയില്ല. ഡെയിലി ഗ്രൂപ്പിൽ വരുന്ന PDF ഒക്കെ വായിച്ചു നോക്കണം. എത്ര പേരുണ്ട് ഇവിടെ? കറണ്ട് അഫെയർ ഒക്കെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് വായിച്ചു പോവാ. കാരണം ഞാൻ PSCക്കാരോട് പറയണേ, അപ്പോൾ ഡെയിലി നമ്മളൊന്ന് വായിച്ചു പോവുക. അല്ലെങ്കിൽ കറണ്ട് അഫെയർ ഒക്കെ നമുക്ക് വലിയ ബേർഡനാണ്. എക്സാമിന്റെ സമയത്ത് നമുക്ക് കുത്തിരുന്ന് പഠിക്കാവുന്ന ഒരു സാധനം എന്നല്ല കറണ്ട് അഫെയർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് പഠിച്ചു എന്ന് വരും. ഓക്കെ, ആരെങ്കിലും പറയാമോ ആരാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ? ഓക്കെ, ആരുമില്ല ഉത്തരം പറയാം. നമുക്ക് ക്ലാസ്സിൽ പറയാം. കറണ്ട് അഫെയർ ഇടാറില്ല അല്ലെ കുറെ നാളായിട്ട്. ഓക്കെ, പറയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് അല്ലേ. RBI ഗവർണറുടെ പേരൊക്കെ നമ്മൾ എന്നാലും ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് നിങ്ങളൊന്ന് പഠിക്കണേ. ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ എല്ലാവരും. ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ TV ഒരു കുറച്ച് ന്യൂസെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഫോണിൽ ഏതെങ്കിലും ആപ്പ്, ന്യൂസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ടെലഗ്രാം ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കറണ്ട് അഫെയർ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫെയറിന്റെ മാത്രം ചാനൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഡെയിലി ഒന്ന് സ്ക്രോൾ ചെയ്തൊക്കെ പോവാം. മുഴുവൻ വായിക്കാൻ നേരം കിട്ടിയില്ലെങ്കിലും ഹെഡിങ് ഒക്കെ നോക്കി പോവാം. അപ്പൊ അത് നമുക്കൊരു അക്യുമിലേറ്റഡ് നോളജ് ആണ്. കറണ്ട് അഫെയർ ഇപ്പൊ നിങ്ങളിപ്പോ അടുത്ത വർഷത്തെ എക്സാമിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആവണമെങ്കിൽ 2025 നിങ്ങൾ അത്ര പ്രിപ്പയർഡ് ആവണമെന്നില്ല. 2026 ആയിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു എക്സാം എഴുതാൻ പറ്റാം. അപ്പൊ നിങ്ങൾ 24 കറണ്ട് അഫെയർ 25 വേണം തീർച്ചയായിട്ടും. 25 26 വേണം. ചിലപ്പോൾ PSC 2 കൊല്ലം മുന്നത്തേക്ക് ചോദിക്കാറുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചിലപ്പോൾ കുറച്ച് 4 വർഷം 5 വർഷമൊക്കെ നിൽക്കുന്ന അപ്പോയിന്റ്മെന്റുകളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ വായിക്കുക കേട്ടോ. സ്വന്തമായിട്ട് വായിക്കും. ഇപ്പൊ ഇവിടെ നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് സോഴ്സ് കണ്ടെത്തി കറണ്ട് അഫെയർ വായിക്കുന്ന ശീലം നിങ്ങൾ വളർത്തിയെടുത്തിരിക്കണം. ഓക്കെ, യെസ്, നമുക്ക് പോവാം. അപ്പൊ RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. 35 37 കാലഘട്ടങ്ങളിൽ ആരാണ് ആള്? ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. ഓസ്ബോൺ സ്മിത്ത് ആദ്യത്തെ ഗവർണർ. ഇനി ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ആരാ? ആ പുള്ളിയാണ് CD ദേശ്മുഖ് കേട്ടോ. 1943 49 കാലഘട്ടത്തിൽ ഇന്ത്യക്കാരൻ. ഓസ്ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനല്ലായിരുന്നു, യൂറോപ്യനായിരുന്നു. ഇനി CD ദേശ്മുഖിന്റെ വേറൊരു പ്രത്യേകത, 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ബ്രെട്ടൺ വുഡ്സ് സമ്മേളനം? ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ ഫലമായിട്ട് 2 അന്താരാഷ്ട്ര സംഘടനകൾ ലോകത്തുണ്ടായി. പറയാമോ ആരെങ്കിലും? ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്ന് പറയുന്ന ആരു ഉത്തരാണോ കമന്റ് ചെയ്തേ? ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്ന് പറയുന്ന വേൾഡ് ബാങ്കും IMF-ഉം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും ലോക ബാങ്കും ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങൾ നമുക്കുണ്ടായി. ഓക്കെ, ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് ഇത് രണ്ടും നമുക്ക് ഉണ്ടായത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ബെനഗൽ രാമ റാവു. ഏറ്റവും കുറച്ചു കാലം അമിതാഭ് ഘോഷ്. ഇതൊന്നും പരീക്ഷിക്കാനോ ചോദിച്ചു കാണാറില്ല, എന്നാലും നമ്മളൊരു വഴിക്ക് പോവല്ലേ, നമ്മളെല്ലാം പറഞ്ഞു പോവാണ്. ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടൈലർ. ഇന്ത്യക്കാരനല്ലായിരുന്നു അല്ലെ. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഗവർണർ നമുക്ക് എന്നാ വന്നത്? 1943 വന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ RBI ഗവർണറാണ് ലക്ഷ്മികാന്ത് ധാ അല്ലെ. ദാനു ജാനു ഒക്കെ വാങ്ങിയ അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം ഓർമ്മയുണ്ടോ? നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോ ആദ്യത്തെ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തെ കുറിച്ച് പഠിച്ചു. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തായിരുന്നു? അത് 1969 അല്ലെ.
ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? എത്ര ബാങ്കുകൾ ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചു? ഉത്തരം കമന്റ് ബോക്സിൽ തരൂ. പഠിച്ചത് കൊടിയിട്ടാ കേട്ടിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാര്. നെഹ്റുവിന്റെ കാലത്തോ ബാങ്ക് ദേശസാൽക്കരണം? നെഹ്റു ഒന്നില്ല. നെഹ്റു ഒക്കെ പോയി. ആര് വന്നു? നെഹ്റുവിന്റെ മോള് വന്നു, ഇന്ദിര. 69 ഇന്ദിര. എത്ര ബാങ്കാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്? അതൊന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ നോട്ടൊന്നും അവിടെ ഇടാനുള്ളതല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര ബാങ്ക് ദേശസാൽക്കരിച്ചു ഒന്നാം ഘട്ടത്തിൽ? ഞാൻ ഈ ചോദിക്കണില്ല അധികം, ചിലപ്പോൾ നിങ്ങൾ എക്സിറ്റഡ് കൂടുന്നത്. 14 ബാങ്ക് ദേശസാൽക്കരിച്ചു കേട്ടോ. 14 ബാങ്ക്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഗാർബി ഗവർണർ ലക്ഷ്മികാന്ത. ഇനി RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം മൻമോഹൻ സിംഗ് മരിച്ചത് നമ്മൾ 2024 എന്നാണ്? 2024 ഡിസംബർ 26-നാണ്. ഡിസംബർ 25-ന് MT വാസുദേവൻ നായരും അതിന്റെ പിറ്റേ ദിവസം മൻമോഹൻ സിംഗും മരിച്ചു അല്ലെ? കറണ്ട് അഫെയർ ആണ്. അപ്പൊ പുള്ളി 1982 സെപ്റ്റംബർ 16 മുതൽ 85 ജനുവരി 14 വരെ അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നു അല്ലെ? ഇനി RBI ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത, അതൊന്ന് പഠിച്ചു വെച്ചോ. KJ ഉദ്ദേശിയാണ് കേട്ടാ. ഉദ്ദേശി എന്തോ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ വനിതയാണ് ആര്? KJ ഉദ്ദേശി. ഇതാ നമ്മുടെ നേരത്തെ ഉള്ള ചോദ്യത്തിന് ഉത്തരം. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, സഞ്ജയ് മൽഹോത്ര. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെപ്പോഴത്തെ? സഞ്ജീവ് ഖന്ന. പിന്നെ നമ്മുടെ CAG സഞ്ജയ് കൃഷ്ണമൂർത്തി. അങ്ങനെ ഒരു സഞ്ജയ് മയം 4 പേര് നമുക്ക് അപ്പോയിന്റ്മെന്റിൽ സഞ്ജയ്മാരുണ്ട് ഇപ്പൊ നിലവിൽ കേട്ടോ. ഈ സഞ്ജീവ് എന്നുള്ള പേരിൽ 4 പേര് നിലവിലുണ്ട് നാഷണൽ ലെവലിൽ. ഇപ്പൊ സഞ്ജയ് മൽഹോത്രയാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ 26ാമത് ഗവർണർ. ചിലപ്പോൾ നിലവിലെ ഗവർണർ ആരാന്നല്ല PSC ആണെങ്കിൽ ചോദിക്കാം. അവരെന്ത് ചോദിക്കും? 26ാമത് ഗവർണർ ആരാണ് എന്ന് ചോദിക്കാം. ഇനി ഇന്ത്യയുടെ സെക്രട്ടറി ആയും റവന്യൂ സെക്രട്ടറി ആയിട്ടും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യാബിനറ്റ് സെക്രട്ടറി, ആ പോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. RBIയുടെ 24ാമത് ഗവർണറാണ് ഉർജിത് പട്ടേൽ. 25ാമത് ശക്തികാന്ത ദാസ്. അതായത് ഈ മൽഹോത്രയ്ക്ക് തൊട്ടു മുന്നേ ആരായിരുന്നു? ശക്തികാന്ത ദാസ്. അതിന് തൊട്ടു മുന്നേ ഉർജിത് പട്ടേൽ ആയിരുന്നു. അപ്പം ഇതാണ് നമുക്ക് RBI ഗവർണർമാരെ കുറിച്ച് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആദ്യത്തെ ആള് സർ ഓസ്ബോൺ സ്മിത്തും ആയിരുന്നു. അതുപോലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആയിരുന്നു അല്ലെ? നിലവില് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ. അത് 26ാമത്തെ ഗവർണറാണെന്ന് ഓർത്തു വെക്കുക അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ പണനയം, ഇന്ത്യൻ മോണിറ്ററി പോളിസിയിലേക്ക് പോവാം. സാധാരണയായിട്ട് 2 തരത്തിലുള്ള നയങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതായത് അതിൽ ഒരെണ്ണം ഫിസ്ക്കൽ പോളിസിയാണ് കേട്ടോ. ഫിസ്ക്കൽ പോളിസി അതായത് ധനനയം ഉണ്ട്. ഫിസ്ക്കൽ പോളിസി, ധനനയം. ഇത് നിങ്ങൾക്ക് SCRT-ലും പഠിക്കാനുള്ള സാധനമാണ്. ഈ ധനനയമുണ്ട്, അതുപോലെ ഇന്ത്യൻ പണനയമുണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പൊ ഈ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം നടപ്പിലാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ്. പാർലമെന്റിൽ തീരുമാനങ്ങൾ എടുക്കും. ഇത് ഗവൺമെന്റ് നടപ്പിലാക്കുന്നതാണ് ഫിസ്ക്കൽ പോളിസി. അതായത് ടാക്സ് കട്ട്, ടാക്സ് കൂട്ടണോ, ടാക്സ് കുറയ്ക്കണോ, എക്സ്പെൻഡിച്ചർ കൂട്ടണോ, എക്സ്പെൻഡിച്ചർ കുറേ, എത്ര ലോൺ എടുക്കണം, ലോൺ എടുത്തിട്ട് നമ്മൾ ചെലവാക്കണോ, ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അത് ധനനയമാണ്. അത് ആരാ നടപ്പിലാക്കുക? ഗവൺമെന്റ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം നിങ്ങൾക്ക്. ഇനി നമ്മൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പറയാൻ പോണേ. മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ തീരുമാനിക്കുന്നത്. പക്ഷെ മോണിറ്ററി പോളിസി ആരാണ്? അത് RBI ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്ര പണം ഒഴുകണം, ഈ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒഴുകുന്ന പണവും, ഈ പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് ചില ആൾക്കാർ അത് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. തീർച്ചയായിട്ടും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും, ഡെപ്പോസിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ് ചെയ്യും, അങ്ങനെ ചെയ്യും അല്ലേ? അപ്പം നമ്മുടെ കയ്യിലുള്ള പണവും അപ്പുറത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ട്സും തമ്മിൽ ഒരു മാച്ച് വരണം, ഒരു ബാലൻസ് വരണം. ആളുകളുടെ പേരിൽ പണം വല്ലാണ്ട് കുമിഞ്ഞു കൂടിയെന്ന് വിചാരിക്കുക, അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കള് പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കൂല. മനസ്സിലായോ? ആ സമയത്ത് എന്താണ്? വിലക്കയറ്റം
വിലക്കയറ്റം വരും. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി ഇല്ലേ? വെളിച്ചെണ്ണയുടെ വില എത്രയായിരുന്നു? 500 രൂപയൊക്കെ വില വന്നു. ഇപ്പൊ പതുക്കെ കുറഞ്ഞ് 450 വന്നിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് പറഞ്ഞ ശബരി അല്ലെ സ്റ്റാളുകളൊക്കെ വഴി എന്താ നമ്മൾ ഇത് കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം നമ്മൾ എടുത്തു വെച്ച സാധനമൊക്കെ ആൾക്കാർ പുറത്തിറക്കി തുടങ്ങി അല്ലേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വില ഒട്ടും കയറ്റാൻ പറ്റില്ല അല്ലെ? ഓണൊക്കെ വരുമ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ച സ്റ്റോക്കൊക്കെ പതുക്കെ പുറത്തേക്ക് ഇറക്കി തുടങ്ങി. അപ്പോൾ ഈ സാധനം മാർക്കറ്റിൽ കിട്ടാനില്ല എന്ന് പറയണേ അല്ലെ? ക്ഷാമാണെന്ന് പറയണേ. പിന്നെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞ് പരത്തി ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ഇഷ്ടംപോലെ കയറിപ്പോകുന്നുണ്ട് നമ്മുടെ സംഭവങ്ങൾ അല്ലെ? അതിൽ തേങ്ങ കിട്ടാനില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ വെളിച്ചെണ്ണ കൂടുതൽ എക്സ്പോർട്ട് പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധനത്തിന് ലഭ്യത കുറഞ്ഞു, ആൾക്കാരിൽ കാശുണ്ട്, അപ്പം എന്താണ് അതിൻ്റെ വില കൂടി. മനസ്സിലായ നമ്മൾ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നതാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. മനസ്സിലായ? ഇത് ഈ പോയിന്റൊക്കെ പറയണത് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഫ്ലേഷൻ നമ്മൾ പറയുന്നത് ടു മച്ച് മണി ചേസിങ് ഓൺ ടു ഫ്യൂ ഗുഡ്സ്. സാധനം കുറച്ചേ ഉള്ളൂ, വില കൂടുതലാ അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോഴും സംഭവിക്കുക അല്ലെ? സാധനം കുറച്ചൊരു വില കൂടുതലാണ്, ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ ആളുകളുടെ കയ്യിൽ പണം കൂടുതലാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഈ സമ്പദ് വ്യവസ്ഥയുടെ ബാലൻസ് വരാൻ വേണ്ടി ആ പണം ഇങ്ങോട്ട് വലിക്കണം. മനസ്സിലാവണ്ട? അത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് വലിക്കണം. ഇനി ആളുകളുടെ കയ്യിൽ പണം ഇല്ലാത്ത അവസ്ഥയാണെങ്കിലോ ഈ മണി സമ്പദ് വ്യവസ്ഥയിലിരുന്ന് കറങ്ങിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. മനസ്സിലായ? മണി ഈസ് ദ ബ്ലഡ് സർക്കുലേഷൻ ഓഫ് ദ ഇക്കോണമി എന്നാണ് പറയാ. അപ്പൊ ഈ സാധനം കിടന്ന് കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് മണി വീണ്ടും ജനങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ നടക്കും അല്ലേ? ഈ മണി നമുക്ക് ആളുകളിലേക്ക് ഇങ്ങോട്ട് വലിക്കാനും അങ്ങോട്ട് തള്ളാനും ഇതെങ്ങനെ ഗവൺമെന്റിന് സാധിക്കും? ഇപ്പൊ നമ്മൾ പറയുന്നത് ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് നടപ്പിലാക്കണമെങ്കിൽ ഇപ്പൊ ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോ എന്താ? ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടാവും. ടാക്സ് കുറച്ചടച്ചാ പോരെ? നിങ്ങൾ പറഞ്ഞതാ GST ഇനിയിപ്പോ 2 സ്ലാബ് ഉള്ളൂ GST. മനസ്സിലായോ? ഇനി GST നമ്മൾ 4 സ്ലാബ് ഉണ്ടായിരുന്നു. GST 5%, 8%, 18%, 28% ഉണ്ടായി. ഇപ്പൊ അത് മാറ്റി 2 ഉള്ളിനി. പേപ്പറിൽ വായിച്ചിരുന്ന. അപ്പോൾ അതുപോലെ ഇനി ടാക്സ് ഗവൺമെന്റ് കൂട്ടാണെന്ന് വിചാരിച്ചോ, അപ്പൊ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കൂടുതൽ ഗവൺമെന്റിക്കോ? ആളുകളുടെ കയ്യിൽ പൈസ കുറഞ്ഞില്ലേ? പൈസ കുറഞ്ഞു അല്ലേ? അത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ട് കുറഞ്ഞു. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു നയമാണ്. ഇനി ഗവൺമെന്റ് കൂടുതൽ പണം എക്കോണമിക്ക് ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പം ലോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എന്തെങ്കിലും ഡാം പണിയെ, റോഡ് പണിയെ, എന്തെങ്കിലും പവർ പ്ലാന്റ് പണിയെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകളിലേക്ക് പണം ഒഴുകും അല്ലേ? അപ്പൊ അങ്ങനെയും ചെയ്യും. അതൊക്കെ ഫിസ്ക്കൽ പോളിസി ധനനയമാണ്. അതായത് ഗവൺമെന്റ് കാശ് കൂട്ടാനും ആളുകളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണം കൂട്ടാനും കുറയ്ക്കാനും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി RBI അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. RBI കൃത്യമായിട്ട് നമ്മുടെ ഇക്കോണമീനെ അനലൈസ് ചെയ്തിട്ട് ഈ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോണത്. അത് RBIയുടെ പണനയം എന്താണ്, മോണിറ്ററി പോളിസി എന്താണ്. മനസ്സിലായോ നമ്മൾ എന്ത് ടോപ്പിക്കിലേക്കാണ് വരണേന്ന്? നിങ്ങൾക്ക് കഥ മനസ്സിലാവണില്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യൻ പണനയ മോണിറ്ററി പോളിസി എന്താണെന്ന് നോക്കാം. പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് പണത്തിന്റെ അളവിലും ലഭ്യതയിലും അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളാണ് പണനയം. നമ്മുടെ അളവിലും ലഭ്യതയിലും നമുക്ക് അവൈലബിൾ ആവുന്ന മണിയിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? നിയന്ത്രണങ്ങൾ വരുത്തും. നമുക്ക് പലിശ ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ പോകുമോ? ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കും. നമ്മൾ അത്ര നിവൃത്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കുള്ളൂ അല്ലേ? പലിശ ഭയങ്കര, നമ്മൾ ഏറ്റവും പലിശ കുറവുള്ള ബാങ്ക് ഏതാണെന്ന് അന്വേഷിച്ചെടുക്കും. അപ്പൊ പല ട്രിക്കുകളും ആളുകൾ ലോൺ എടുക്കാതിരിക്കാനും അല്ലെ ആളുകളിലേക്ക് പണം എത്താണ്ടിരിക്കാനും പല ട്രിക്കുകളും RBI ഉപയോഗിക്കും. ഇനി ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണനയ സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വരാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആരാണ്? ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണനയ സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പൊ ധനനയം ആരാ? ധനനയം ഗവൺമെന്റ് ആണ് കേട്ടാ, ഗവൺമെന്റ്. ഇനി പണനയ സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ RBIയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് RBI ആക്ട് 1934 പ്രകാരമാണ് കേട്ടോ. RBI ആക്ട് 34 പ്രകാരം അല്ലെ? RBI ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു പണനയ കമ്മിറ്റി ഉണ്ട്, അതായത് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി അഥവാ MPC നിലവിലുണ്ട്. ഓക്കെ, അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം.
അതായത് വളർച്ചയുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് വില സ്ഥിരത നിലനിർത്തുക എന്നതാണ് മോണിറ്ററി പോളിസിയുടെ പ്രാഥമിക ലക്ഷ്യം. അല്ലെ, മോണിറ്ററി പോളിസിയുടെ ലക്ഷ്യം എന്താണ്? വളർച്ചയുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക, വില സ്ഥിരത. ഇന്ത്യയില് പണനയ കമ്മിറ്റിയാണ് പണനയ സംബന്ധമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു പണനയം അത് മാനേജ് ചെയ്യുന്നത് RBI ആണ്. പക്ഷെ RBIക്ക് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അഥവാ MPC. കണ്ട, RBI ആക്ട് 1934 സെക്ഷൻ 45(z)(b) പ്രകാരമാണ് ഇന്ത്യയിൽ MPC സ്ഥാപിതമായത്. ഓക്കെ, ഇനി വർഷം പഠിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ MPC 2016 സെപ്റ്റംബർ 29 സ്ഥാപിതമായി. 2016 വന്നത്. നിലവിൽ ഉള്ളത് 2020 ഒക്ടോബർ 5 ഗസറ്റ് പ്രകാരം രൂപീകരിച്ചതാണ് കേട്ടോ, നിലവിലുള്ള നമ്മുടെ MPC. പക്ഷെ MPC നിലവിൽ വന്നത് എന്നാണ്? അത് നിങ്ങൾ പഠിച്ചാൽ മതി. MPC നിലവിൽ വന്നത് എന്നാ? MPC നിലവിൽ വന്നത് 2016 കേട്ടോ, സെപ്റ്റംബർ 29 ഓർത്ത് വെക്കുക. ഓക്കെ, RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി പോളിസി പ്രസിദ്ധീകരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, RBI ഗവർണറാണ് MPCയുടെ ചെയർപേഴ്സൺ. അതൊരു ചോദ്യമാണ്. ആരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ? പ്രധാനമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, ഫിനാൻസ് സെക്രട്ടറി, RBI ഗവർണർ. ഉത്തരം പറഞ്ഞേ. RBI ഗവർണർ. MPCയുടെ ചെയർപേഴ്സൺ ആരാണ്? RBI ഗവർണറാണ്. വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കണം? 4 തവണ സമ്മേളിക്കണം അല്ലേ? അപ്പൊ ഒരു ക്വാർട്ടേർലി സമ്മേളിച്ചുകൊണ്ടിരിക്കണം. MPCയുടെ ക്വാറം തികയാൻ 4 അംഗങ്ങളുടെ സാന്നിധ്യം വേണം. ആകെ എത്ര അംഗങ്ങളുള്ളത്? ആകെ 6 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിൽ 3 പേര് RBIയിൽ നിന്നുണ്ടാവും. പിന്നെ ഗവർണർ ഉൾപ്പെടെ 3 പേര് RBIയിൽ നിന്നുണ്ടാവും. 3 പേരെ ഗവൺമെന്റ് നിയമിക്കും അല്ലെ. അങ്ങനെ 6 പേര് 4 പേര് മീറ്റിങ്ങിന് ഉണ്ടായിരിക്കണം. എല്ലാ അംഗങ്ങൾക്ക് തുല്യ വോട്ടാണുള്ളത്. ഇനി വോട്ടുകളുടെ എണ്ണത്തിൽ തുല്യത ഉണ്ടെങ്കിലോ RBI ഗവർണർക്ക് 2ാമത്തെ കാസ്റ്റിംഗ് വോട്ട് ലഭിക്കും. അതായത് ഒരു വിഷയം വരുമ്പോൾ 6 പേർക്കും വോട്ട് ചെയ്യാം. RBI ഗവർണർ ഉൾപ്പെടെ 6 പേർക്കും വോട്ട് ചെയ്യാം. പക്ഷെ അവിടെ ഒരു ടൈം വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? വോട്ട് 3-3 നിന്നു. അപ്പൊ എന്ത് ചെയ്യാം? RBI ഗവർണർക്ക്, അതിന് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയാം, എക്സ്ട്രാ ഒരു വോട്ട് ചെയ്യാം അല്ലേ. പുള്ളിയുടെ തീരുമാനമായിരിക്കും അന്തിമം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പണപ്പെരുപ്പം പണച്ചുരുക്കം എന്നത് എന്താന്ന് പഠിക്കാം. പണപ്പെരുപ്പം പണച്ചുരുക്കം എന്താണ്? ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ആണ് കേട്ടാ. ഇൻഫ്ലേഷൻ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളൊക്കെ ഇൻഫ്ലേഷൻ എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ആണ് കേട്ടാ. എന്താണ്? പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുകയോ പണത്തിന്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം. വല്ലതും മനസ്സിലായ? അതായത് പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കും. പണം ഉണ്ട് ഇഷ്ടം പോലെ, മനസ്സിലായ? എൻ്റെ കയ്യിൽ കുറെ കാശുണ്ട്, പക്ഷെ പണത്തിന്റെ മൂല്യം സാധനങ്ങളുമായി താരതമ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ എനിക്ക് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 1500 രൂപ. പണത്തിന്റെ മൂല്യം കുറഞ്ഞു അവിടെ, മനസ്സിലായ? പണം കുറെ കൊടുക്കണം, എൻ്റെ പൈസ ഉണ്ട്, പക്ഷെ പണത്തിന്റെ മൂല്യം അവിടെ കുറവാണ്. മനസ്സിലായി? പണം കുറെ ഉണ്ടെന്ന് കൊണ്ട് കാര്യം അതിന് മൂല്യം കുറവാണ്. മനസ്സിലായി നിങ്ങൾക്ക്? പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ട്, പണത്തിന്റെ മൂല്യം സാധനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൂല്യം കുറയുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇൻഫ്ലേഷൻ വരുമ്പോൾ എങ്ങനെയാണ്? പണത്തിന്റെ മൂല്യം അല്ലെ, വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതായത് ഒരു സാധനം മേടിക്കാനായിട്ട് ഞാൻ കൂടുതൽ മണി കൊടുക്കുന്നതോറും എൻ്റെ പണത്തിന്റെ മൂല്യം കുറയാണ് ചെയ്യണേ. ഓക്കെ, പണത്തിന്റെ മൂല്യം കുറയുന്നു. യെസ്, അവര് 3 തരത്തിലുള്ള ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാണ് മിതമായ പണപ്പെരുപ്പം, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എഴഞ്ഞ് പോകുന്ന ഒരു ഇൻഫ്ലേഷൻ ആണത്. പതുക്കെ വളരെ കാലം നീണ്ടു നിൽക്കുന്നു, ഒറ്റ അക്ക നിരക്കിൽ വർദ്ധിക്കുന്നതുമായ പണപ്പെരുപ്പം. ഒരു 3% എപ്പോഴും ഇക്കോണമിയിൽ വേണമെന്നാ പറയാം. ഒരു മിനിമം ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ വേണം, അല്ലെങ്കിൽ ഇക്കോണമി നന്നായിട്ട് പോവില്ല. അത് ചിലപ്പോൾ 3 പതുക്കെ 4 5 ഒറ്റക്കം അല്ലെ. അങ്ങനെ 10ലും കൂടുതലൊന്നും അങ്ങനെ പോകത്തില്ല. അതാണ് എന്ത്? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇനി എന്താണ്? കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്താണ്? വളരെ ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് 2 അക്കത്തിലോ 3 അക്കത്തിലോ കൂടുതൽ വില ഉയരുമ്പോഴുള്ള പണപ്പെരുപ്പം അല്ലെ. പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടും. ഇനി അമിത വിലക്കയറ്റം, ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട്, വലുതും ത്വരിതപ്പെടുത്തുന്നതുമായ പണപ്പെരുപ്പം. സിംബാബ്വേയിലൊക്കെ ഒരിക്കൽ ഇൻഫ്ലേഷൻ വന്ന സമയത്ത് ആൾക്കാർ സഞ്ചിയിലൊക്കെ കാശ് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മേടിക്കും. അങ്ങനെയൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താണ് നാണയ ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്?
സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. വില ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു. അതാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ സാധനങ്ങൾ അവിടെ കൂടുതലുണ്ടാവും അല്ലെ, മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വരില്ല, പണച്ചുരുക്കമാണ് അല്ലെ, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡിഫ്ലേഷൻ വരും. നിങ്ങൾക്ക് പണപ്പെരുപ്പം പണച്ചുരുക്കം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നമ്മൾ പറയാൻ പോണ കാര്യം ഇതാണ്. ഇൻഫ്ലേഷൻ വരുമ്പോ എന്താണ് നമ്മുടെ ഒരു സൈഡിൽ ഒരു ചേർക്കാൻ പറഞ്ഞു ഒരു ഇത്. അതായത് ഇൻഫ്ലേഷൻ വരുമ്പോ നമ്മൾ എന്താണ് ഗവൺമെന്റ് ഈ RBI ചെയ്യാൻ പോണേ, ഡിഫ്ലേഷൻ വരുമ്പോ എന്താണ് RBI ചെയ്യാൻ പോണേ, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത് കേട്ടാ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറയാൻ പോണത് മണി സപ്ലൈ റെഗുലേഷൻസ്. അതായത് മണി സപ്ലൈ, അതായത് നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു. റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിലെ പണത്തിന്റെ പ്രധാനം, അതായത് സപ്ലൈ എന്ന് പറയുന്നത് നിയന്ത്രിക്കാനായിട്ട് 2 ഉപാധികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ക്വാണ്ടിറ്റി വൈസിൽ മണീനെ കൺട്രോൾ ചെയ്യുക, മണീന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുക. മറ്റേ ക്വാളിറ്റി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഗുണപരമായതും അളവുപരമായ ഉപാധികളാണ്. അപ്പൊ അതിൽ ഗുണപരമായ ഉപാധി നമുക്ക് ആദ്യം പറയാം. അതിലാകെ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അനുനയം, മോറൽ സുവേഷൻ എന്ന് പറയും. അതായത് അവർക്ക് വേണമെങ്കിൽ വായ്പ കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം, നിരുത്സാഹപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഉപദേശപരമായ കാര്യങ്ങളൊക്കെയാണ് ഈ ഗുണപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ മാർജിൻ റിക്വയർമെന്റ്, അവരോട് പറയാം നിങ്ങൾ ഇത്രയും വരെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ലോൺ കൊടുത്താൽ മതി. ഈ ലെവലിലൊക്കെ അവർക്ക് എന്തെങ്കിലും മാർജിൻ വെക്കാം, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, അപ്പൊ അത് അവർക്കൊരു ഉപദേശ രൂപത്തിൽ കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇന്നൊക്കെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അളവുപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്നു, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്, കരുതൽ ധനാനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ CRR, റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, തുറന്ന കമ്പോള നടപടികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് നിരക്ക്, ബാങ്ക് റേറ്റ്, സ്റ്റെബിലൈസേഷൻ സ്കീമുകൾ. ഇതല്ലാതെ വേറെ ചിലതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. ഇതൊക്കെയാണ് നമ്മളുടെ മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. RBIയുടെ മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? CRR, റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് റേറ്റ്, സ്റ്റെബിലൈസേഷൻ സ്കീമുകൾ. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കിനി ഓരോന്നോരോന്നായിട്ട് പറയാം. ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്താന്ന് നോക്കാം. അതായത് ഒരു കരുതൽ ധനാനുപാതം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മളൊരു കരുതൽ നിക്ഷേപം നടത്തുന്ന കാര്യം എന്ന് വിചാരിക്കാം. അതായത് ബാങ്കുകൾ എന്ത് ചെയ്യും, RBIയിൽ ഒരു നിക്ഷേപം നടത്തും, റിസർവ് ബാങ്കിൽ. അതായത് അവരുടെ ബാങ്ക് പൊളിഞ്ഞാലും, നമ്മൾ പറയും നാഷണലൈസ്ഡ് ബാങ്ക് ഇങ്ങനെ പൊളിയില്ല, പൊളിഞ്ഞാലും അതിന് ബാക്കപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് കിട്ടണ മുഴുവനും ലോൺ കൊടുത്ത് അവസാനിപ്പിക്കല്ല അല്ലെ. അവിടെ എന്തുണ്ട്? അവിടെ ഒരു കരുതൽ ധന അനുപാതം ഉണ്ട്. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിൽ അവർ എന്ത് ചെയ്യും, ഒരു ഇത് വെക്കും. അപ്പോ റിസർവ് ബാങ്കിൽ അങ്ങനെ ചെയ്യുന്ന സംഭവമാണ് ക്യാഷ് റിസർവ് റേഷ്യോ. CRR രാജ്യത്തെ പണവിതരണവും പണപ്പെരുപ്പത്തിന്റെ തോതും നിയന്ത്രിക്കുന്നു. അപ്പോൾ RBI ചിലപ്പോൾ ഈ CRRന്റെ വാല്യൂ കൂട്ടും. ഈ വാല്യൂ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? CRRന്റെ വാല്യൂ കൂട്ടി, എന്താ CRRന്റെ വാല്യൂ നമ്മൾ കൂട്ടി. അപ്പൊ ബാങ്ക് കൂടുതലായിട്ടും എമൗണ്ട് RBIയുടെ കയ്യിൽ കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോ ബാങ്കിന്റെ കയ്യിൽ പൈസ കുറയില്ലേ? അപ്പൊ ബാങ്കിന് അധികം ജനങ്ങൾക്ക് ലോൺ കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ CRR കൂടുമ്പോ ബാങ്കിന്റെ എന്ത് കുറയും? ബാങ്കിന്റെ പണം കുറയുന്നു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഇക്കോണമിയിൽ പണം എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവോ? സമ്പദ് വ്യവസ്ഥയിൽ പണം കൂടോ കുറയോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാട്ടാ.
സമ്പദ് വ്യവസ്ഥയിൽ പണം കുറയുന്നു. മനസ്സിലാവുണ്ടോ? CRR. അപ്പൊ എപ്പോഴും ഇതെപ്പോഴാണ് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുമ്പോ ഗവൺമെന്റ് എന്താ ചെയ്യണേ? ഗവൺമെന്റ് അല്ല, RBI എന്താ ചെയ്യുക? ഇൻഫ്ലേഷൻ കൂടുമ്പോൾ CRR കൂടുന്നു, ബാങ്കിന്റെ കയ്യിലെ പണം കുറയുന്നു, സമ്പദ് വ്യവസ്ഥയിൽ പണം കുറയുന്നു. എങ്ങനെയുണ്ട് പരിപാടി? അല്ലേ? അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? CRR കൂട്ടിവെക്കും. ഓക്കെ. CRR രാജ്യത്തെ പണവിതരണവും പണപ്പെരുപ്പത്തിന്റെ തോതും നിയന്ത്രിക്കുന്നു. ഇനി പണപ്പെരുപ്പ സമയത്ത് RBI ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നു. ഞാനിപ്പോ ഈ വരച്ചു വെച്ച സാധനമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടാ. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. പണപ്പെരുപ്പ സമയത്ത് RBI ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയുന്നു. അതാണ് ഞാനിവിടെ വരച്ചു വെച്ച ബാങ്കിന്റെ പണം കുറയുന്നു എന്ന്. പണച്ചുരുക്ക സമയത്ത് CRR കുറച്ച് കൂടുതൽ വായ്പ ലഭ്യമാകുന്നു. ഇത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്ന് അറിയില്ല. ഈ ടോപ്പിക്ക് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, മറന്നു പോകും. എക്സാമിന് എക്കണോമിക്സ് ബേസ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും തെറ്റിച്ചു വെക്കുന്ന സാധനങ്ങളുമാണ് ഇതൊക്കെ. ഈ പറഞ്ഞ റേഷ്യോ ഇതിൽ നിന്ന് എപ്പോഴും ചോദ്യം വരും, അതും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരും. ഓക്കെ. അതായത് ഒരു ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഇത് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരും. ഞാൻ നിങ്ങൾക്ക് എക്സാം തരുമ്പോൾ നല്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഇട്ട് തരാം. ഓക്കെ. CRR മനസ്സിലായില്ല? ഇത് ഇത്രേ ഉള്ളൂ. RBIയിൽ നമ്മൾ കുറച്ച് പൈസ സൂക്ഷിക്കണം, അല്ലെ? കുറച്ച് ഡെപ്പോസിറ്റ് സൂക്ഷിക്കണം. ബാങ്കുകൾ. അത് കൂടുതൽ RBIയിൽ സൂക്ഷിക്കേണ്ടി വന്നാൽ ബാങ്കിന്റെ കയ്യിൽ പണം കുറയും, പിന്നെ ഇക്കോണമിക്ക് പണം പോകില്ല. അപ്പൊ പൊതുവേ RBI ഇത് കൂട്ടി വെക്കണമെങ്കിൽ എപ്പോഴാണ്? ഇൻഫ്ലേഷൻ സമയത്ത് കൂട്ടി വെക്കുക. ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെന്റ് നമ്മുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇക്കോണമിയിൽ പണം കുറയ്ക്കണം. അതിനു വേണ്ടി ചെയ്യുന്ന ഒരു മാർഗമാണിത്. ഓക്കെ. അടുത്തേക്ക് പോവാണ്. റീപ്പോ റേറ്റ്. ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈടിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിന്റെ പലിശ നിരക്കാണ് റീപ്പോ നിരക്ക്. ഹ്രസ്വകാലമാണ്. ചിലപ്പോൾ ഓവർനൈറ്റ് ലോൺ ആയിരിക്കാം, 7 ഡേയ്സിനായിരിക്കാം, 14 ഡേയ്സിനായിരിക്കാം. അതാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി ഒരു ഈട് കൊളാട്രൽ അവർക്ക് എന്തെങ്കിലും ഈട് കൊടുക്കും. ഓക്കെ. RBIയുടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ ഈട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യാം? ഈ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, ലോൺ കൊടുക്കുക. അപ്പൊ കേന്ദ്ര ബാങ്ക് ആർക്ക് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ ആർക്ക് പൈസ കൊടുക്കും? ബാങ്കിന് പൈസ കൊടുക്കും. അപ്പൊ ബാങ്ക് തിരിച്ചു എന്ത് കൊടുക്കണം? RBIക്ക് ഈ റീപ്പോ റേറ്റ് എന്ന് പറയുന്ന പലിശ RBIക്ക് കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്യുന്നത്? RBI ആർക്കാ കാശ് കൊടുക്കണേ? RBI ബാങ്കിന് കാശ് കൊടുക്കും, അല്ലേ? ഓക്കെ. പക്ഷെ ബാങ്ക് തിരിച്ചെന്ത് കൊടുക്കണം? ബാങ്ക് ഇതിങ്ങനെ ക്യാഷ് കൊടുക്കുമ്പോ ബാങ്ക് എന്ത് കൊടുക്കണം? ബാങ്ക് ഒരു പലിശ കൊടുക്കണം. ആ പലിശയുടെ പേരാണ് റീപ്പോ റേറ്റ്, അല്ലേ? ഓക്കെ. ഇനി റീപ്പോ നിരക്ക് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റീപ്പോ റേറ്റിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. ബാങ്ക് റേറ്റ്, റിവേഴ്സ് റീപ്പോ നമ്മൾ പഠിക്കാൻ പോണുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഈ റീപ്പോ റേറ്റ് RR എന്ന് പറയുന്ന സാധനം എപ്പോഴും കൂടുതലായിരിക്കും. ഏതിനേക്കാളും? റിവേഴ്സ് റീപ്പോ റേറ്റിനേക്കാളും. RRR, റിവേഴ്സ് റീപ്പോ റേറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. താഴെ പഠിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ റീപ്പോ റേറ്റ് എപ്പോഴും റിവേഴ്സ് റീപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും കേട്ടാ. ഓക്കെ. ബാങ്ക് റേറ്റിനേക്കാളും കുറവായിരിക്കും. ബാങ്ക് റേറ്റ് പഠിക്കാനുള്ള ബാങ്ക് റേറ്റ് ഏറ്റവും കൂടിയത് ആരാ? ഏറ്റവും കൂടിയത് ബാങ്ക് റേറ്റ് ആണ്. ഓക്കെ. ഇനി പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനുള്ള പ്രേരണയായി പ്രവർത്തിക്കുന്നു, അല്ലെ? ഓക്കെ. ഇത് സമ്പദ് വ്യവസ്ഥയിലെ പണലഭ്യത കുറയ്ക്കുകയും പണപ്പെരുപ്പം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു, അല്ലെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും. മനസ്സിലായ? റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബാങ്കുകൾക്ക് ഒരു സെക്കൻഡ്, ഞാൻ എഴുതി വെച്ചാൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ, റീപ്പോ റേറ്റ് നമ്മൾ കൂട്ടി വെക്കാന്ന് വിചാരിക്കേ. റീപ്പോ റേറ്റ് കൂട്ടി വെക്കുകയാണെന്നെങ്കിൽ എന്താ സംഭവിക്കുക? റീപ്പോ റേറ്റ് കൂട്ടി വെക്കുകയാണെങ്കിൽ ബാങ്കുകൾ അധികം ലോൺ എടുക്കോ? ലോൺ എടുക്കില്ല. ഇവിടെ ഇത് ഒരു തെറ്റുണ്ട് കേട്ടോ. സെന്റൻസ് എക്സ്ട്രാ കയറി വന്നതാണ്. ഈ സെന്റൻസ് തെറ്റാണ്. ഇവിടെ തെറ്റുണ്ടേ. അതായത് പണപ്പെരുപ്പ് ഉണ്ടാകുമ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായോ? റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോ ബാങ്ക് ലോൺ എടുക്കാൻ പോവോ? കാരണം സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ പലിശ കൊടുക്കണം. അങ്ങനെ കൂടുതൽ പലിശക്ക് സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ആൾക്കാർക്കും നാട്ടുകാർക്ക് വായ്പ കൊടുക്കാൻ നിൽക്കോ? ബാങ്ക് ബിസിനസ്സുകാർക്ക് വായ്പ കൊടുക്കാൻ നിൽക്കോ? ഇല്ല. അപ്പൊ പണപ്പെരുപ്പ് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് റീപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിലെ പണലഭ്യത കുറയുകയും പണപ്പെരുപ്പം തടയാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്താ ചെയ്യാ? റീപ്പോ റേറ്റും കൂട്ടും. മനസ്സിലായോ? റീപ്പോ റേറ്റും കൂട്ടും. ഓക്കെ, റീപ്പോ റേറ്റും നമ്മൾ കൂട്ടി വെക്കും ട്ടാ. അപ്പൊ നമ്മള് ക്യാഷ് റിസർവ് റേഷ്യോയും കൂട്ടും, റീപ്പോ റേറ്റും കൂട്ടും. ഏത് സമയത്ത്? ഇൻഫ്ലേഷൻ വരണ സമയത്ത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തില്? റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിസർവ് ബാങ്ക് കേട്ടാ, ഞാൻ റിസർവ് ബാങ്ക്. ഓക്കെ, നിങ്ങള് ഞാൻ എൻ്റെ കയ്യിൽ, നിങ്ങൾ ബാങ്കാണ്, നിങ്ങൾ ഓരോരുത്തരും ബാങ്കാണ്. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വന്ന് ലോൺ എടുത്തു. അപ്പൊ നിങ്ങൾ എനിക്ക് പലിശ തരണം അല്ലേ? ആ പലിശയാണ് റീപ്പോ റേറ്റ് അല്ലേ? ഞാൻ ഈടാക്കുന്ന പലിശയുടെ പേരാണ് റീപ്പോ റേറ്റ് എന്ന് വിചാരിക്കാം. ഇനി ഞാൻ ഈ റീപ്പോ റേറ്റ് കൂട്ടി വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പലിശയ്ക്ക് കാശ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ആവശ്യമില്ല. നിങ്ങൾ വാങ്ങിക്കില്ല. അത് നിങ്ങൾ വാങ്ങിക്കൂല. നിങ്ങളത് വീണ്ടും ബിസിനസ്സിലേക്ക് നിങ്ങളത് ബിസിനസ് ചെയ്യൂല, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കൂല, ഇക്കോണമിക്ക് എത്തിക്കില്ല. അപ്പൊ ഇക്കോണമിയിലുള്ള പണലഭ്യത കുറഞ്ഞില്ലേ? ഇൻഫ്ലേഷൻ സമയത്ത് നമുക്ക് എന്താ ചെയ്യണ്ടേ? പണലഭ്യത കുറയ്ക്കണം. അപ്പൊ ആ കാര്യം ഇവിടെ നടപ്പിലാവും. ക്ലിയർ ആയോ? അതൊന്നും മിണ്ടണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല തന്നെ. അതാണ് റീപ്പോ റേറ്റ്. ഞാൻ അടുത്തേക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂട്ടാ. റിവേഴ്സ് റീപ്പോ റേറ്റ്. ഓക്കെ, സിമിക്ക് മനസ്സിലായി, താങ്ക് ഗോഡ്. ആ, റിവേഴ്സ് റീപ്പോ റേറ്റ് വേണ്ട. മാത്സ് ആണെങ്കിൽ നിങ്ങൾ ഉത്തരങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, ഞാൻ കുറച്ചു നേരം കഴിയും, എന്നായിരിക്കും നല്ലത്. റിവേഴ്സ് റീപ്പോ റേറ്റ്. റിവേഴ്സ് റീപ്പോ റേറ്റ് എന്തായിരിക്കും? ഇതിനെ നേരെ തിരിച്ചാണ്. അതായത് ബാങ്കിൽ നിന്നും RBI കാശ് വാങ്ങിക്കും. നിങ്ങളൊക്കെ ബാങ്കുകളാണേ, നിങ്ങളൊക്കെ 22 പേര് 21 പേര് ക്ലാസ്സിലുണ്ട്. നിങ്ങളിൽ നിന്ന് ആര് വായ്പ പിടിക്കും? ഞാൻ ഏട്ടാ, ഞാനാണ് RBI. ഞാൻ നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തേലും പലിശ തരും. ഞാൻ നിങ്ങൾക്ക് നല്ലോണം പലിശ തരാണ്, നല്ലോണം റിവേഴ്സ്. ഇപ്പൊ നന്നായിട്ട് ഞാൻ കൂട്ടി വെച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എനിക്ക് കാശ് തരും. കാരണം നിങ്ങൾക്ക് എന്താണ്? എനിക്ക് കാശ് തന്നാൽ നിങ്ങൾക്ക് പലിശ കൂടുതൽ കിട്ടൂലേ? നിങ്ങളിപ്പോ നല്ല രീതിയിൽ നിങ്ങൾ തരും. പക്ഷെ ഇൻഫ്ലേഷൻ വരവ് എന്ത് വേണം? ഈ പണത്തിന്റെ ലഭ്യത കുറയ്ക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റിവേഴ്സ് റീപ്പോ റേറ്റ് ഞാൻ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കും. റിവേഴ്സ് റീപ്പോ റേറ്റ് നന്നായിട്ട് കൂട്ടി വെക്കുമ്പോൾ നിങ്ങളുടെ കാശൊക്കെ നിങ്ങൾ ആയിരിക്കും തരാ? എനിക്ക് ലോൺ തരും ഇല്ലേ? നിങ്ങൾ ഈ പൈസയൊക്കെ എനിക്ക് ലോൺ തരും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇക്കോണമിക്ക് കൊടുക്കാൻ പൈസ ഉണ്ടോ? ബിസിനസ്സുകാർക്കും ആളുകൾക്കും വായ്പ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. ഇൻഫ്ലേഷൻ സമയത്ത് റിവേഴ്സ് റീപ്പോ റേറ്റും കൂട്ടി വെക്കും. അപ്പൊ ബാങ്കുകൾ മുഴുവൻ RBIയിൽ കൊണ്ട് പൈസ ഇടും. അപ്പൊ ബാങ്കുകൾക്ക് പുറത്തേക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ നമ്മുടെ പണം ഇക്കോണമിയിൽ നിന്ന് നമ്മൾ വലിച്ചു. മനസ്സിലായോ? ഇത് റിവേഴ്സ് റീപ്പോ റേറ്റ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു CRR, രണ്ടാമത് പഠിച്ചു റീപ്പോ റേറ്റ്, മൂന്നാമത് പഠിച്ചു റിവേഴ്സ് റീപ്പോ റേറ്റ്. ഇൻഫ്ലേഷൻ സമയത്ത് ഇതെല്ലാം കൂട്ടി വെക്കും. അത്ര ഓർത്താൽ മതി. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ എല്ലാ സാധനവും കൂട്ടി വെക്കും. കൂടുതലായിരിക്കും ഇൻഫ്ലേഷൻ സമയത്ത്. അത് ഓർത്ത് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നാളെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ തെറ്റുന്നു. യെസ്, രാജ്യത്തെ പണപ്പെരുപ്പം നമുക്ക് വായിക്കാം. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ്. കണ്ടോ? റിസർവ് ബാങ്കിന് അതിന് ഗതികേടുണ്ടോ? വാണിജ്യ ബാങ്കിൽ നിന്ന് കടം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇക്കോണമിയിൽ കാശ് കുറയ്ക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യും? നല്ല പലിശ കൊടുത്തിട്ട് വാണിജ്യ ബാങ്കിൽ നിന്ന് വാങ്ങിക്കും അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റിവേഴ്സ് റീപ്പോ വ്യവഹാരങ്ങൾ നമ്മൾ പറഞ്ഞത്
ഷോർട്ട് ടേം ആണ്, ഹ്രസ്വകാല വായ്പയാണ്. അപ്പൊ അവരെങ്ങനെ ചെയ്യുക, ഒരു രാത്രി അല്ലെങ്കിൽ 7 ദിവസം 14 ദിവസം എന്നിങ്ങനെ വിവിധ കാലാവധികളിൽ നടത്തുമ്പോൾ ചെറിയ ചെറിയ പീരീഡിലേക്കാണ്. ഇത് പെട്ടെന്ന് വരുന്ന ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ റീപ്പോ റിവേഴ്സ് റീപ്പോ അനുസരിച്ച് റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോ റേറ്റ് അനുസരിച്ച് വായ്പ വാങ്ങിയും കൊടുക്കുക ചെയ്യണം. ഓക്കെ. റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശ റിവേഴ്സ് റീപ്പോ. വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടിയാൽ, അതായത് വായ്പ പോണില്ല, ആരും ലോൺ എടുക്കണ്ടില്ല, ഇവരുടെ കയ്യിൽ കാശ് കുമിഞ്ഞുകൂടി, അപ്പൊ എന്ത് ചെയ്യും, RBI നിക്ഷേപമായി സ്വീകരിക്കും. അതിന് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റീപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ ഫണ്ടുകൾ RBIയിൽ പാർക്ക് ചെയ്യുന്നത് വഴി കൂടുതൽ പ്രോത്സാഹനം ലഭിക്കും. അതുവഴി വിപണിയിലെ പണത്തിന്റെ വിതരണം കുറയുന്നു. ആർക്കും ലോൺ വേണ്ട, ഇവരുടെ പൈസ ഉണ്ട്, വീണ്ടും പൈസ ഇറക്കാനും പറ്റില്ല. അപ്പൊ RBIയിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മൾ പാർക്ക് ചെയ്താൽ നമുക്ക്, സാധാരണ നമ്മളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് വേണം അല്ലേ. പക്ഷെ ഇതെങ്ങനെയാണ്, അവരവരുടെ മണി കൊണ്ട് RBIയിൽ പാർക്ക് ചെയ്താൽ അല്ലേ, അവർക്ക് ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും, റിവേഴ്സ് റീപ്പോ റേറ്റിൽ പലിശ കിട്ടും. ഓക്കെ, സെറ്റാണോ? നമുക്ക് അടുത്തേക്ക് പോവാം. റിവേഴ്സ് റീപ്പോ കഴിഞ്ഞു. അടുത്താണ് തുറന്ന കമ്പോള നടപടികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. എന്തായിരിക്കും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ഈ ഗവൺമെന്റ് കടപ്പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഡിബഞ്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? BCom പഠിച്ചവരും കൊമേഴ്സ് പഠിച്ചവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡിബഞ്ചർ, ബോണ്ട് അല്ലേ. എന്തോരം അക്കൗണ്ടൻസി ചെയ്ത് പഠിച്ച അക്കൗണ്ടൻസി ഇന്നെ കേട്ടോണ്ടിരിക്കുമായിരുന്നു അല്ല, ഡിബഞ്ചർ, ബോണ്ട് ഓക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോ ഇത് സർക്കാരിന്റെ കടപ്പത്രങ്ങളാണ് ഈ ഡിബഞ്ചർ അല്ല, ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെയാണ്, സർക്കാരിന്റെയാണ്. സർക്കാരിന് വേണ്ടി ഈ സാധനം മാർക്കറ്റിൽ വിൽക്കണതാരാ? RBI. മനസ്സിലായോ? RBI ആണ് ഗവൺമെന്റിന് വേണ്ടി ഇത് മാർക്കറ്റിൽ വിൽക്കണത്. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇത് ചിലപ്പോൾ ബാങ്കുകൾ വാങ്ങിച്ചു വെക്കാം, വ്യക്തികൾക്ക് വാങ്ങിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതാണ് എൻ്റെ കടപ്പത്രം ഉണ്ടാ, ഈ കടപ്പത്രം RBI കടപ്പത്രം കൊടുക്കാണ്. ഈ കടപ്പത്രം RBI കൊടുക്കാണ്. ആർക്ക്? എനിക്ക്. നിങ്ങളും എല്ലാവരും മേടിക്കണം, നിങ്ങൾ ഓരോന്നോരോന്ന് വാങ്ങിക്കണ്. മനസ്സിലായോ? നിങ്ങൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചു, ഇതവിടെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾ എനിക്ക് എന്താ തരാ? നിങ്ങൾ എനിക്ക് ക്യാഷ് തരും. നിങ്ങൾ എനിക്ക് എന്ത് തരും? ക്യാഷ് തരും അല്ലേ. ഈ കടപ്പത്രം വാങ്ങിച്ചു വെച്ചാൽ വെറുതെ മേടിച്ചു വെക്കില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ഇനി അതിന്റെ ഒരു മെച്ചൂരിറ്റി പീരീഡ് എത്തുമ്പോ ഇത് വീണ്ടും ഈ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോ നിങ്ങൾ ഈ ഡിബഞ്ചർ, ഈ കടപ്പത്രം നിങ്ങൾ തിരിച്ച് ഗവൺമെന്റിനും കൊടുക്കും. അപ്പൊ ഒരു ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? ഈ RBI ഈ കടപ്പത്രങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിൽ വിൽക്കും. മനസ്സിലായ? നമ്മളെല്ലാവരും പോയി വാങ്ങിച്ചു. മനസ്സിലായ? നമ്മളെല്ലാവരും എന്താ പോയി അങ്ങോട്ട് വാങ്ങിച്ചു. നമ്മുടെ കാശ് മുഴുവൻ എവിടേക്ക് പോയി? RBIയിലേക്ക് പോയി. പണത്തിന്റെ ലഭ്യത കുറഞ്ഞ എക്കോണമിയിൽ കാശ് കുറഞ്ഞില്ലേ? ഓപ്പൺ മാർക്കറ്റ്, അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. പണത്തിന്റെ ലഭ്യത കുറച്ചു. ഇനി പണത്തിന്റെ ലഭ്യത കൂട്ടണമെങ്കിലോ ഈ സാധനം തിരിച്ചു വാങ്ങിച്ച് കാശ് തിരിച്ചു കൊടുക്കും അല്ലെ. ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു പരിപാടി വയ്ക്കും. ഓക്കെ, ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സിമ്പിളായി, വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് വായിക്കാം. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതുമാണ് തുറന്ന കമ്പോള നടപടികൾ. പണച്ചുരുക്ക സമയത്ത് RBI തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ പെൻ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പണച്ചുരുക്ക സമയത്ത് RBI തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ കടപ്പത്രം വാങ്ങുകയും പകരം ഇതിന്റെ മൂല്യത്തിന് തുല്യമായ ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് സമ്പദ്ഘടനയിലെ പണശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കാം, പണച്ചുരുക്ക സമയം ആൾക്കാരുടെ പൈസ ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? ഈ കടപ്പത്രം തിരിച്ചു വാങ്ങും. നമ്മളൊക്കെ വാങ്ങിച്ചു വെച്ച സാധനം അവർ തിരിച്ചു വാങ്ങുമ്പോ എന്തായി? ഗവൺമെന്റ് അല്ലെങ്കിൽ RBI തിരിച്ചു വാങ്ങുമ്പോ പൈസ നമ്മൾക്ക് ഒഴുകും. അപ്പൊ പണത്തിന് ലഭ്യത ഉണ്ടാവും. പണപ്പെരുപ്പ സമയത്തോ
RBI കടപ്പത്രങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുകയും പണശേഖരത്തിന് അളവ് കുറയുകയും പണത്തിന്റെ പ്രധാനം കുറയുകയും ചെയ്യും. പ്രധാനം എന്ന് വെച്ചാൽ എന്താ? സപ്ലൈ ആണ്. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അഥവാ തുറന്ന കമ്പോള നടപടികൾ. ഓക്കെ, ഇത് ക്ലിക്കായ അപ്പൊ ക്യാഷ് റിസർവ് റേഷ്യയും റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോയും നമ്മൾ കൂട്ടും ഇൻഫ്ലേഷൻ സമയത്ത്. ഇനി കടപ്പത്രങ്ങൾ വിൽക്കണ കാര്യം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസോ, കടപ്പത്രങ്ങൾ നമ്മൾ ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കടപ്പത്രങ്ങൾ വിൽക്കാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസകൾ വാങ്ങിക്കാം. ഇപ്പൊ കടപ്പത്രം വാങ്ങിച്ചു വെച്ചിട്ട് എന്താ, പൈസ അവര് നമുക്ക് തരും, അല്ലെ? നമുക്ക് കിട്ടും, ഇങ്ങോട്ടേക്ക് പോരും, പണം നമുക്ക് കുറയ്ക്കാം. ഓക്കെ ആണോ? അടുത്തേക്ക് പോവാം. ബാങ്ക് റേറ്റ്, അല്ലെ? ബാങ്ക് റേറ്റ് ആരോ ക്ലാസ്സിന് എക്സിറ്റ് അടിച്ചൊക്കെ പോയിട്ടുണ്ട് ക്ലാസ് കേട്ടിട്ട്. ബാങ്ക് റേറ്റ്, അല്ലെ? ബാങ്ക് റേറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ബാങ്ക് നിരക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഈ ബാങ്ക് റേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് റീപ്പോ റിവേഴ്സിനനുബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ദീർഘകാല വായ്പാ നിരക്ക് നിർണ്ണയിക്കുന്നു. നമ്മൾ റീപ്പോ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ്. അത് ചിലപ്പോൾ ക്വാർട്ടേർലി മാറാം, അല്ലെ? ഒരു 3 മാസത്തിലോ 6 മാസത്തിലൊക്കെ ചേഞ്ച് ആവാം. നിങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ കാണാൻ റീപ്പോ റേറ്റ് അല്ല ഇപ്പോൾ ഈ പറഞ്ഞ ജൂണിൽ ഉണ്ടാവാം. അപ്പൊ പക്ഷെ ബാങ്ക് റേറ്റ് കുറെ നാൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന റേറ്റ് ആണ്, ദീർഘകാല വായ്പയ്ക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ റീപ്പോ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ 7 ദിവസമോ 14 ദിവസമൊക്കെയാണ് പോണേ. ഇതാണ് ബാങ്ക് റേറ്റ്. നോക്കി, ഡെറ്റ് ഉപകരണങ്ങൾ വാങ്ങാൻ RBI എടുക്കുന്ന സ്റ്റാൻഡേർഡ് നിരക്കാണെന്ന്. ഉദാഹരണത്തിന് വാണിജ്യ പേപ്പറുകൾ, അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ വാങ്ങിക്കാനായിട്ട് RBI ചെയ്യുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ കൊടുക്കുന്ന, അതായത് എന്ത് സാധനം നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ ഒരു പലിശ നിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഓരോ റേറ്റ് എന്നൊരു പേരിൽ നമ്മൾ പറയുന്നത്. ഇനി ബാങ്ക് നിരക്കുകൾ പൊതുവെ റീപ്പോ നിരക്കിനേക്കാൾ കൂടുതലാണ്, അല്ലെ? റീപ്പോ നിരക്കിനേക്കാളും ബാങ്ക് റേറ്റ് കൂടുതലാണ്. നമ്മൾ ഇവിടെ നോക്കാം, ബാങ്ക് റേറ്റ് കൂടുതലാണ് കേട്ടാ. ബാങ്ക് റേറ്റ് അതിനേക്കാൾ കുറവാണ് എന്ത്, നമ്മൾ നേരത്തെ പഠിച്ച ഏത് റിപ്പോ റേറ്റ് കേട്ടാ. റിപ്പോ റേറ്റ് അതിനേക്കാൾ കുറവായിരിക്കും ഇത് റിവേഴ്സ് റിപ്പോർട്ടാ. റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ആ റേറ്റുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റേറ്റുകൾ, കറണ്ട് റേറ്റുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അടുത്തൊരു സംഭവമാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം അഥവാ MSS. അതായത് വിനിമയ നിരക്കും മോണിറ്ററി മാനേജ്മെന്റ് നടത്താനുള്ള RBIയുടെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് 2004 ഏപ്രിലിൽ MSS പദ്ധതി ആരംഭിച്ചു. സമ്പദ് വ്യവസ്ഥയിലെ സർക്കാർ സെക്യൂരിറ്റികൾ വിറ്റ് അധിക പണലഭ്യത പിൻവലിക്കാനുള്ള RBIയുടെ ഒരു പണനയ ഇടപെടലാണ് MSS. അതായത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് നമ്മൾ വിൽക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കൊണ്ട് പോരും. ആ ഒരു സെറ്റപ്പാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. 2004 ആരംഭിച്ചതാണിത്. ഓക്കെ, ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികൾ സർക്കാർ ബോണ്ടുകളാണ്. ഇവയെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ടുകൾ എന്ന് നമ്മൾ വിളിക്കും. ഇനി നമുക്ക് വേറൊരു റേഷ്യോ പറയാം. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയും. അതായത് ബാങ്കുകൾ അവരുടെ മൂലധനത്തിന്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ, ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്നതിനാണ് SLR എന്നറിയപ്പെടുന്നത്. ഓക്കെ, എങ്ങനെ സൂക്ഷിക്കണം? നമ്മള് CRR പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഡെപ്പോസിറ്റിന് ഒരു ഭാഗം സൂക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ എങ്ങനെയാ? സർക്കാരിന്റെ സെക്യൂരിറ്റീസോ ബോണ്ടുകളോ ഗോൾഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ RBI പറയുന്ന അളവിൽ ഇവർ സൂക്ഷിച്ചു വെക്കുക. കണ്ട, സർക്കാർ സെക്യൂരിറ്റികൾ, സ്വർണം, പണം എന്നിവ പോലുള്ള സുരക്ഷിതവും ദ്രവവുമായ ആസ്തികളിൽ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ ദിവസേന നിലനിർത്തേണ്ട കരുതൽ തുകയെ SLR എന്ന് വിളിക്കുന്നു. കണ്ടില്ലേ, സർക്കാർ സെക്യൂരിറ്റികൾ, സ്വർണം, പണം എന്നിവ പോലുള്ള സുരക്ഷിതവും ദ്രവവുമായ ആസ്തികളിൽ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ ദിവസേന നിലനിർത്തേണ്ട കരുതൽ തുകയെ SLR എന്ന് വിളിക്കുന്നു. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും കൃത്യമായിട്ട് ഇതുപോലെയുള്ള മാറ്റിവെക്കലുകൾ നടത്തണം, അല്ലെ? അല്ലാണ്ട് ഒരു ബാങ്ക് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്ക് ഒന്നും പൊളിഞ്ഞു പോവില്ല, അല്ലെ? SLR പരമാവധി എത്രയാണ്? 40%, അല്ലെ? പരമാവധി 40% എന്ന് പറയുന്നത് ആലോചിക്കുകയും
അവരുടെ കയ്യിലുള്ള സാധനത്തിന് 40% അവർ സൂക്ഷിച്ചു വെക്കാം. 40% നമുക്ക് റേറ്റ് ഇല്ല നിലവില്. ഓക്കെ, ഇനി ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി നോക്കാം. ബാങ്കിങ് പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള 1998 നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശ പ്രകാരം ഇവിടെ ഒരു ചോദ്യമുണ്ട്. നരസിംഹ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിങ് പരിഷ്കരണങ്ങൾ. അപ്പൊ ഇവരുടെ ആളുടെ നിർദ്ദേശപ്രകാരമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി നിലവിൽ വന്നത്. അത് അവർ ഏതിലൂടെ നടപ്പിലാക്കണേ? റിപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ എന്നീ ആശയങ്ങളിലൂടെ RBI ഉപയോഗിക്കുന്ന ശക്തമായ മോണിറ്ററി ടൂളാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. അതായത് ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞു ഓവർനൈറ്റ് ലോണാണ്, അല്ലെങ്കിൽ ഒരു 7 ദിവസത്തെ 14 ദിവസത്തെ പരിപാടിയാണ് ഇത് റിപ്പോ റിവേഴ്സ് റിപ്പോ റേറ്റ് പരിപാടികൾ. അപ്പോൾ പെട്ടെന്ന് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ, അല്ലേ? അപ്പൊ ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്ന കാര്യം നടപ്പിലാകുന്നത് എന്തിലൂടെയാണ്? റിപ്പോ റിവേഴ്സ് റിപ്പോ റേറ്റുകളിലൂടെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നോക്കാം. 2022 ഏപ്രിൽ 8 നിലവിൽ വന്ന RBIയുടെ പുതിയ അളവുപരമായ ഉപാധി, അതാണ് എന്ത്? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അഥവാ HDF. 2022 ഏപ്രിൽ 8 വന്നത്. ബാങ്കുകളിൽ അധികമുള്ള പണം RBIയിൽ എത്തിക്കാനായിട്ട് 3.75% പലിശ നിരക്കിൽ RBI ഈടൊന്നും നൽകാതെ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നു, അല്ലെ? ഈടൊന്നും വേണ്ട. ഇപ്പൊ RBI ലോൺ എടുക്കാൻ ഇവരുടെ പൈസ മേടിക്കാന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഇവരുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസോ കാര്യങ്ങളൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈടൊക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെ ഈടൊന്നുമില്ല. 3.75% പലിശയിൽ ബാങ്കുകളിൽ അധികമുള്ള പണം RBIയിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. അടുത്ത് നോക്കാം, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അഥവാ MDF. 2011 അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് എന്ത്? MSF എന്ന് പറയുന്നത് കേട്ടാ. 2011 അവതരിപ്പിച്ച പദ്ധതിയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. MDF അല്ല കേട്ടോ, ഇവിടെ ഇത് MSF ആണ് കേട്ടാ. ഇവിടെ MSF. യെസ്. ഇനി നോക്കിയാൽ എല്ലാ വായ്പാ സഹായം തീർന്നു കഴിയുമ്പോൾ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് പണം കടം വാങ്ങാൻ കഴിയുന്ന പിഴ നിരക്കാണിത്. അതായത് നല്ല തീരെ പൈസ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലേ, ഒരു പിഴ നിരക്കാണ്. നല്ല റേറ്റിലാണ് നമുക്ക് എന്ത് കിട്ടാ? പലിശ നിരക്ക് കൂടുതലായിരിക്കും, അല്ലേ? ആ രീതിയിൽ നമുക്ക് കടമെടുക്കാൻ പറ്റും. നമ്മൾ RBIനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്, നമ്മുടെ അവസാന അത്താണിയാണ്, അല്ലേ? അതായത് നമുക്ക് എവിടെ നിന്ന് കിട്ടാനില്ലെങ്കിൽ എവിടെ പോവാം? RBIയിൽ പോവാം, നമുക്കല്ല ബാങ്കുകൾക്ക്. അപ്പൊ MSF ബാങ്കുകള് റീപ്പോ റേറ്റിന് മുകളിലുള്ള പലിശ നിരക്കിൽ പണം കടം വാങ്ങാൻ അനുവദിക്കുന്നു കേട്ടാ. അപ്പൊ ഹൈ പലിശയിലാണ് എന്ത് ചെയ്യാം? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പ്രകാരം അവർക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കാം. നമുക്ക് ജൂലൈ 2025 അനുസരിച്ചിട്ടുള്ള എന്ത് നമ്മുടെ റേറ്റുകൾ നോക്കാം, അല്ലെ? എന്തൊക്കെയാണ്? റീപ്പോ റേറ്റ്, ഇത് നോട്ട് ചെയ്ത് വെക്കാം, ജൂലൈയിൽ വന്നിട്ടുള്ളതാണ്. റീപ്പോ റേറ്റ് 5.5% കേട്ടാ റീപ്പോ റേറ്റ്. STF എന്താണ്? നമ്മൾ പറഞ്ഞ സ്റ്റാൻഡിംഗ്, നമ്മൾ ഈ പറഞ്ഞ STF സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5.2%. MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 5.7%. ബാങ്ക് റേറ്റ് 5.75%. ഇതൊക്കെ ഇപ്പൊ കുറച്ച് തൈരും കൂടുതലായിരുന്നു, അല്ലെ? RRR റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. ഈ റിപ്പോ റിവേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമിനും, ബാങ്ക് റേറ്റും. നോക്കിയാൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എപ്പോഴും റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും റീപ്പോ, ശരിയല്ലേ? റീപ്പോനേക്കാളും കൂടുതലായിരിക്കും ബാങ്ക് റേറ്റ്. നോക്കിയാൽ റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും റിപ്പോ റേറ്റ്, ശരിയല്ലേ? റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 ആണെങ്കിൽ റീപ്പോ റേറ്റ് 5.50 അല്ലേ? അതിനേക്കാളും കൂടുതലാണ് ബാങ്ക് റേറ്റ് 5.75 ഇല്ലേ? CRR 4%, SLR 18%. SLR മാക്സിമം എത്ര വരെ ആവാന്ന് നമ്മൾ പറഞ്ഞേ? 40% വരെ ആവാം, പക്ഷെ നിലവിൽ നമുക്ക് 18%. ഓക്കെ, യെസ്. ഇനി നമുക്ക് റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികമാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്നാ? ഓർമ്മയുണ്ടാ? റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്നാന്ന്? ഓക്കെ, 1934 അപ്പൊ റിസർവ് ബാങ്ക് ഏപ്രിൽ 2024 മുതൽ ഏപ്രിൽ 2025 വരെ അതിന് 90-ാം വാർഷികം ആചരിക്കാൻ തീരുമാനിച്ചു. RBIയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് പുറത്തിറക്കുന്ന നാണയമാണ് എന്ത്? 90 രൂപ നാണയം പുറത്തിറക്കി. ഇനി ഇന്ത്യൻ UPI സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ രാജ്യമാണ് മാലിദ്വീപ്. അതായത് നമ്മുടെ
ഈ പറഞ്ഞ UPI പേയ്മെന്റുകൾ അല്ലെ, നമ്മുടെ ഗൂഗിൾ പേയും അതുപോലുള്ള കാര്യങ്ങൾ അത് അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ രാജ്യമാണ് മാലിദ്വീപ്. UPI വഴി പണമിടപാട് നടത്താൻ പുതുക്കിയ പരിധി ഏതാ? 5 ആണ് കേട്ടോ. ഇതിന് മുന്നേ 1,00,000 പുതുക്കിയ പരിധി 5 ആണ്. ഞാൻ ഇതിലൊരു പിക്ചർ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഇട്ടിട്ട് നിങ്ങളിപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഇത്രയും പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ നോട്ടൊന്നു നിങ്ങൾ നോക്കണം പ്ലീസ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്? ഇത് കാണാൻ പറ്റണ്ട? വിസിബിൾ ആണോ നോക്കിയേ? വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ. ഓക്കെ, ഒരു സെക്കൻഡ്. സ്ക്രീൻ ഷെയർ ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ ഇട്ടത് കാണാൻ പറ്റുന്നുണ്ടോ? വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ അല്ലെ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പറയാം. നിങ്ങളൊന്ന് നോക്കിയേ. യെസ്. ആ, ഈ ഒരു ടേബിൾ പഠിച്ചത് നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ സാധനങ്ങളും ആയി. അതായത് ഇവിടെ നോക്കാം, CRR കണ്ടില്ലേ? CRR SLR ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? CRRും SLR ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പണപ്പെരുപ്പ സമയം അഥവാ ഇൻഫ്ലേഷൻ സമയത്ത് എന്താണ് നമ്മൾ ഈ സാധനം വർദ്ധിപ്പിക്കുന്നു അല്ലേ? ആ സമയത്ത് നമ്മളിത് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ഏത് CRRും SLR ഒക്കെ വർദ്ധിക്കുന്നു അല്ലെ? വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയുന്നു. പണച്ചുരുക്ക സമയത്തോ ഇതെല്ലാം കുറയ്ക്കുന്നു. അപ്പൊ കൂടുതൽ വായ്പ ലഭ്യമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അനുസരിച്ച് ഇതൊക്കെ എങ്ങനെ സംഭവിക്കാന്നുള്ളത്. റിപ്പോ റേറ്റ് നോക്കാം, പണപ്പെരുപ്പ സമയത്ത് വർദ്ധിക്കുന്നു. CRR ആണെങ്കിലും SLR ആണെങ്കിലും റീപ്പോ ആണെങ്കിലും റിവേഴ്സ് റീപ്പോ ആണെങ്കിലും എല്ലാം നമ്മൾ വർദ്ധിപ്പിക്കുന്നു. ആദ്യത്തെ 3 നമ്മൾ എന്താ ചെയ്യുന്നേ? വർദ്ധിപ്പിക്കുന്നു അല്ലെ? വർദ്ധിപ്പിക്കല്ലേ ചെയ്യുന്നേ? ഓക്കെ, ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലോ പണപ്പെരുപ്പ സമയത്ത് സെക്യൂരിറ്റി അങ്ങ് വിൽക്കുന്നു, ആൾക്കാരെ കാശ് ഇങ്ങോട്ട് പോരുന്നു. ഇനി ബാങ്ക് റേറ്റ് ആണെങ്കിലോ എല്ലാം നമ്മൾ ഉയർത്തുന്നു. അപ്പൊ CRR SLR റീപ്പോ റേറ്റ് റിവേഴ്സ് റീപ്പോ ബാങ്ക് റേറ്റ് എല്ലാ സാധനം പണപ്പെരുപ്പ സമയത്ത് നമ്മൾ ഉയർത്തുന്നു. മനസ്സിലായ? എല്ലാം നമ്മൾ ഉയർത്തുന്നു. ഓക്കെ, പണച്ചുരുക്ക സമയത്തോ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് നമ്മൾ സംഭവിക്കും. ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ടോപ്പിക് RBIയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്നതൊന്ന് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്കണോമിക്സിലൊരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഗ്ലോബലൈസേഷൻ എന്റെ ടോപ്പിക് ഉണ്ട്. അത് ആതിര മിസ്സും കൂടി എടുക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ എക്കണോമിക്സ് പറഞ്ഞൊരു ഭാഗം നമുക്ക് കവർ ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ?